ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ചിൽഡ്രൻ സിറ്റിയിലേക്ക് പോവാണ്. സോ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഈവനിങ് ആണ് പോകുന്നത്. അവിടെ ഒരു പാർക്കുണ്ട്, അപ്പോൾ സൈക്കിൾ കളിക്കാനൊക്കെ ഒന്ന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. സോ ഫസ്റ്റ് തന്നെ ചായ കുടിച്ച് ദെൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. പെർ പേഴ്സൺ 5 ദിർഹംസേ വരുന്നുള്ളൂ ടിക്കറ്റിന്. ഉള്ളിലോട്ട് കയറിയാൽ ഇങ്ങനെ കാണാം. നേരെ കാണുന്നത് ഡോൾഫിനറി ഷോ ആണ്. അതിന് എക്സ്ട്രാ വേറെ ടിക്കറ്റ് തന്നെ എടുക്കണം. അങ്ങനെ ഞങ്ങൾ കയറിയതും സായ് ക്യാമലിനെ കണ്ട് ഹോഴ്സിനെയും. അപ്പോൾ അങ്ങോട്ട് പോയി. സായ്ക്ക് ക്യാമൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഹോഴ്സൊക്കെ. അപ്പോൾ അവനക്കൊരു പേടിയില്ല, ബട്ട് എനിക്കാണ് പേടി ഉണ്ടായിരുന്നത്. അവനക്കതിനെ തൊടാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവൻ്റെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ഫവാസ്ക്ക് അവനെ കൊണ്ട് തൊടിയിപ്പിച്ച്. അപ്പോൾ അവനക്ക് ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. അങ്ങനെ നെക്സ്റ്റ് അവൻ്റെ മെയിൻ സാധനം ക്യാമൽ എന്ന് പറഞ്ഞാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു തൊടാനൊക്കെ. ബട്ട് അവൻ ഓക്കെ ആണ്. അവനക്ക് പിന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഇതായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ തൊടാൻ. സോ ഞാൻ പേടിച്ചുകൊണ്ട് ഫസ്റ്റ് ഫോഴ്സ് ചെയ്തിട്ടാണ് തൊടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവൻ വരാൻ കൂട്ടാക്കുന്നില്ല. അവനക്ക് വീണ്ടും ക്യാമറ തൊടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ പിന്നെ അവിടെ മൊത്തം കളിയായി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. 5 ദിർഹംസിന് എന്തായാലും വർത്താണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടെ. പിന്നെ പോകുന്നത് നമ്മൾ ബീച്ച് സൈഡിലേക്കാണ്. സായി വെള്ളം കണ്ടപ്പോൾ ഓടുന്നുണ്ടില്ലേ.
നല്ലൊരു അടിപൊളിയായിരുന്നു ബീച്ച് സൈഡ്. അധികം ആളുകളില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, കാം ആൻഡ് ക്വയറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വെള്ളത്തേക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാരണം വെള്ളം അത്ര നല്ലതല്ല, നമുക്ക് കുളിക്കാനൊന്നും പറ്റുന്ന വെള്ളമല്ല. ഇറങ്ങാനും പാടില്ല എന്നൊക്കെ തോന്നും. ബട്ട് ബോർഡൊന്നും കണ്ടില്ല അവിടെ. അങ്ങനെ സായിക്ക് ജസ്റ്റ് ഒന്ന് തുടർന്ന് പറഞ്ഞപ്പോൾ ഫാസ്കോ ഒന്ന് തൊടിയിപ്പിച്ച് വെള്ളം. അങ്ങനെ അവൻ മണൽ കണ്ടപ്പോൾ മണൽ വാരാൻ പോയി. പിന്നെ അവനക്ക് ഞങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ ആകുമ്പോൾ നോക്കുമ്പോൾ അവൻ അങ്ങോട്ട് പോയിക്കണം സ്ലൈഡർ കണ്ടിട്ട്, ഊഞ്ഞാലൊക്കെ കണ്ടിട്ട്. അങ്ങനെ സ്ലൈഡറിൽ കയറാൻ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കയറി. ബട്ട് അതിൻ്റെ സ്റ്റെപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ABC എന്ന് എഴുതിയിട്ട് കുട്ടികൾ കയറാനേ പറ്റുന്നില്ല. ഇവനേക്കാളും വലിയ കുട്ടിക്ക് അടക്കം കയറാൻ പറ്റുന്നില്ല. ഞാൻ നോക്കി. അങ്ങനെ ഫാസ്കോ എന്നവനെ കയറ്റിക്കൊടുത്ത് ഇനി അവൻ്റെ ഒരു ഹാപ്പിനെസ് കാണണം. വാ, എന്താ ചിരി കയറിയുണ്ട്. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ കൂടെ കയറാൻ. ഇതെന്തിനുണ്ടാക്കി വെച്ചാണോ. അങ്ങനെ അവന് ഊഞ്ഞാലാടി. പക്ഷെ അവനക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടമുള്ളതായിരുന്നു, ബട്ട് എന്താണോ. പിന്നെയാണ് ഈ സാധനം കണ്ടത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ബ്രിഡ്ജുമ്മ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട്. അവർ പോയപ്പോൾ നമ്മൾ അങ്ങോട്ട് പോന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് കാലിട്ട് തൊടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൽ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ അങ്ങനെ എടുത്തില്ല. $5 എന്തായാലും വെറുത്താണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അതിൻ്റെ ഉള്ളിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, കാം ആൻഡ് ക്വയറ്റാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പോയി നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.